നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിൽ തന്നെ ടോപ്പ് ഡിമാൻഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജിലാണ്. അതായത് ശ്രീദേവി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ വരുന്ന അവരുടെ ഓൺ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. സോ ഇവിടെയുള്ള കോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ MBBS, MD, അതുപോലെ MS കോഴ്സസ് ഉണ്ട്. BSc നഴ്സിംഗ് അവൈലബിൾ ആണ്, അലൈഡ് കോഴ്സ് അവൈലബിൾ ആണ്, ഫിസിയോതെറാപ്പി അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി മെഡിക്കൽ കോളേജാണ്. സോ ഈ അടിപൊളി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് നമ്മൾ ഈ ഒരു കോളേജ് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ലാബ് എങ്ങനെയുണ്ട്, ലൈബ്രറി ഉണ്ട്, ഫാക്കൽറ്റീസ് എങ്ങനെയുണ്ട്, സ്റ്റുഡൻസിന്റെ റിവ്യൂ എങ്ങനെയുണ്ട്, അതുപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റി എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഇവരുടെ മെഡിക്കൽ കോളേജ് എങ്ങനെയുണ്ട്, അവിടെ പേഷ്യന്റ് ഫ്ലോ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇവരുടെ മെഡിക്കൽ കോളേജിന്റെ ജസ്റ്റ് എൻട്രൻസ് വരുന്നത്. ഇപ്പം നമ്മൾ സമയം നോക്കിക്കഴിഞ്ഞാൽ 2 മണി, അതായത് ലഞ്ച് ടൈമാണ്. അത്യാവശ്യം പേഷ്യന്റ് ഫ്ലോ ഉള്ള ഒരു OP ടൈമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നേരെ മെഡിക്കൽ കോളേജിനകത്ത് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആക്ച്വലി ഈ ഒരു ഹോസ്പിറ്റൽ വരുന്നത് 1200 ബെഡ് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്, അത്യാവശ്യം പേഷ്യന്റ് ഫ്ലോയും ഉണ്ട്. കാര്യം നമുക്കിവിടെ നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ല ക്രൗഡുള്ള ഈ ഒരു ലഞ്ച് ടൈം ആയത് കൂടെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്രൗഡ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഫ്ലോർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് അവൈലബിൾ ആണ്, ഏതൊക്കെ ഫ്ലോറിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല പേഷ്യന്റ് ഫ്ലോ ഉള്ള ഒരു മെഡിക്കൽ കോളേജാണ് ഈ ശ്രീദേവി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ ഓൾമോസ്റ്റ് നമ്മൾ കയറി കണ്ടു, പക്ഷേ എല്ലാ ഏരിയയും നമുക്ക് വീഡിയോ കവർ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇല്ല. കാര്യം ഒരു മെഡിക്കൽ കോളേജാണ്, നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെയാണ് ഹോസ്പിറ്റൽ വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് മെഡിക്കൽ കോളേജ് വരുന്നതെന്നുണ്ടെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ്, അതായത് ഇതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ഇവരുടെ കോളേജ് ബിൽഡിങ്സ്. അതായത് നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിലും അലൈഡ് പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിലും മറ്റ് പ്രോഗ്രാംസ് എല്ലാം വരുന്നത് ഇതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ബിൽഡിങ്ങിലാണ് വരുന്നത്. സോ നമുക്ക് അവിടെ പോയി നഴ്സിംഗും അതുപോലെ തന്നെ അലൈഡ് കോഴ്സസും അങ്ങനെയുള്ള പ്രോഗ്രാംസിന് എങ്ങനെയുണ്ട് ഇവരുടെ ലാബ് ഫെസിലിറ്റീസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ശ്രീദേവി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ മെഡിക്കൽ പ്രോഗ്രാംസ് മാത്രമല്ല, ഇവർക്ക് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി പ്രോഗ്രാംസും അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കൂടുതലും നമ്മളുടെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് പ്രോഗ്രാംസിനെ പറ്റിയിട്ടായിരിക്കും. അതായത് നഴ്സിംഗും അതുപോലെ GNM ഓൾസോ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് നഴ്സിംഗ് ക്യാമ്പസിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഇവരുടെ ലാബ് എല്ലാം വരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ കയറാൻ പോകുന്നത് ഫണ്ടമെന്റൽ ലാബാണ്, അതായത് നമ്മുടെ നഴ്സിംഗിന്റെ ഫൗണ്ടേഷൻ ലാബ്. സോ ഈ ഒരു ഫൗണ്ടേഷൻ ലാബ് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ക്ലിനിക്കൽസിന് കൊണ്ടുപോകുന്നുണ്ട് ട്രേസും കാര്യങ്ങളും അതുപോലെ മറ്റ് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ലാബ്സ് കയറി കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർക്ക് മെഡിക്കൽ കോളേജിൽ ഉള്ളത് കാരണം ഇവർ ലാബ്സിന് വലുതായിട്ട് ഇമ്പോർട്ടൻസ് തീരെ കൊടുക്കുന്നില്ല എന്നല്ല, ഒരു മീഡിയം റേഞ്ചിലാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാര്യം കൂടുതലും കുട്ടികൾ ക്ലിനിക്കൽസും കാര്യങ്ങളൊക്കെ പോകുന്നതും കൂടുതലും മെഡിക്കൽ കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ OBG ലാബിലാണ്, അതായത് ഓബ്സ്റ്റട്രിക് ആൻഡ് ഗൈനക് ലാബിലാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ലാബ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെന്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്ട്രാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോർസെപ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലും അവർ ഓരോ ടൈപ്പ് പമ്പ്സും കാര്യങ്ങളും അതുപോലെ തന്നെ പല ടൈപ്പ് സിസേഴ്സ് കാര്യങ്ങളും എല്ലാം ഇവിടെ സർജിക്കൽ സിസേഴ്സും കാര്യങ്ങളും എല്ലാം ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിൽക്കുന്നത് നമ്മൾ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ലാബാണ്, അതായത് പീഡിയാട്രിക് ലാബിലേക്കാണ് നിൽക്കുന്നത്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഫോട്ടോതെറാപ്പിയുടെ ഒരു ഡെമോ മെഷീൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ ചെയ്ത കുറേ പ്രോജക്ട്സ് ഇവിടെ അവർ കാണിച്ചിട്ടുണ്ട്. ഇൻക്യുബേറ്ററിൻ്റെ ഒരു ഡെമോ പീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള ക്രാഡിൽസ്, അതുപോലെ തന്നെ ഈ NICUയുടെ ഒരു മിനിയേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു പീഡിയാട്രിക് ലാബിൽ വേണ്ട അത്യാവശ്യം ഫെസിലിറ്റീസും കാര്യങ്ങളും അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ന്യൂട്രീഷൻ ലാബ് വരുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കാര്യം ഒരു ന്യൂട്രീഷൻ ലാബിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബേസിക് അമ്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാം അവർ ഈ ഒരു ലാബിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ന്യൂട്രീഷൻ ലാബിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ലാബ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ലാബിൽ നോക്കുമ്പോൾ നമുക്ക് ഈ കുട്ടികളെ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ പോകുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് തിങ്സ് ക്യാരി ചെയ്യാനുള്ള ബാഗും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും കുട്ടികൾ ചെയ്ത കുറേ പ്രോജക്ട്സും കാര്യങ്ങളും ഒക്കെ ഇവിടെയും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഹായ്, പേരെങ്ങനെയാ? ആദിത്യ. എവിടെ സ്ഥലം? ഞാൻ ആലപ്പുഴ. ആലപ്പുഴ. മോളുടെയാ? അഞ്ജലി. സ്ഥലം? ആലപ്പുഴ. ശിവപ്രിയ, കോട്ടയം. കോട്ടയം.
എങ്ങനെയുണ്ട് ഓവറോൾ നിങ്ങളുടെ ഈ ഒരു കോളേജ്? ഏത് ഇയർ സെക്കൻഡ് ഇയർ കയറി. ഓക്കെ, എങ്ങനെയുണ്ട് ടോട്ടലി ക്ലിനിക്കൽസും കാര്യങ്ങളും എങ്ങനെയാണ്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എല്ലാ സെമിലും കറക്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, ചെല്ലുമ്പോഴൊക്കെ ഡോക്ടേഴ്സ് ആണെങ്കിലും സീനിയർ നഴ്സുമാരാണ്, നല്ല സഹകരണമാണ് നമ്മുടെ അടുത്ത്. ഓക്കെ, കുഴപ്പമില്ല. അത്യാവശ്യം പേഷ്യന്റ് ഫ്ലോ ഉണ്ടോ? അത്യാവശ്യം ഉണ്ട്. ഓക്കെ, എന്താണ് മോളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇത്ര നാൾ ക്ലിനിക്കൽ ചെയ്തിട്ട് ഒത്തിരി പഠിക്കാൻ പറ്റി അവിടെ. നല്ലപോലെ പഠിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഓരോ സർജറിക്കകത്തൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഡെലിവറിക്കൊക്കെ ആയാലും നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്നുള്ള വ്യത്യാസം ഒന്നും കാണിക്കാതെ അവർ എല്ലാത്തിനും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കാൻ നല്ലപോലെ പറ്റുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് ടീച്ചേഴ്സ്? എങ്ങനെയുണ്ട് ലൈക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലാവാറുണ്ടോ? അവർ ഇംഗ്ലീഷിലാണോ? എങ്ങനെയാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ്? കുഴപ്പമില്ല, നന്നായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നു. ടീച്ചേഴ്സിന് ഞങ്ങൾക്ക് എക്സ്റ്റേണൽ ക്ലാസ്സുകളുണ്ട്. അതായത് നമ്മളെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, MBBS പഠിപ്പിക്കുന്ന ഡോക്ടേഴ്സാണ് ഞങ്ങൾക്ക് വന്ന് ക്ലാസ് എടുക്കുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു കാര്യമായിട്ടാണ്. എങ്ങനെ ട്രാവലിംഗ് എങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ വരുന്നത്? ട്രെയിനിന് വരുമ്പം വീക്കിലി വൺസ് ആണ് നമുക്ക് ട്രെയിൻ ഉള്ളത് ഡയറക്റ്റ്. അല്ലാത്തപ്പം ബാംഗ്ലൂർ വന്നിട്ട് അവിടെ നിന്ന് 1 മണിക്കൂർ. അവിടുന്ന് റിലേഷൻ ഇവിടെ നിയർ ബൈ അല്ലേ? 3 കിലോമീറ്റർ. ഓക്കെ, ട്രാവലിംഗ് ഒക്കെ നാട്ടിൽ നിന്ന് വരാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണല്ലേ ഈ ഒരു കോളേജ്? ഓപ്ഷൻ അതിൽ ഇപ്പൊ 2 വീക്ക്ലി ട്വൈസ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് ട്രാവലിംഗ് വലിയ കുഴപ്പമില്ല. പിന്നെ അത്രയ്ക്ക് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടുന്നില്ല. സുഖമായിട്ട് ട്രാവൽ ചെയ്ത് വരാം. സേഫാ. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, സേഫ് ആയിട്ടുള്ളത്. എങ്ങനെയുണ്ട് കൾച്ചറൽ ആക്ടിവിറ്റീസ്, മറ്റു കാര്യം സ്പോർട്സ് റിലേറ്റഡ് അങ്ങനെയുള്ള അത് നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് നമ്മളെ എല്ലാത്തിനും മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ വിടുന്നത് തന്നെ. ഇൻഡിപെൻഡൻസ് ഡേ വന്നാലും റിപ്പബ്ലിക് ഡേ വന്നാലും എന്തൊരു കാര്യത്തിനാണെങ്കിലും ഡാൻസ് ആയിക്കോട്ടെ, മർച്ചസ്റ്റ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും നമ്മളെ തന്നെ സോങ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ടീച്ചർമാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫുഡിന്റെ കേസ് പറഞ്ഞ ഫുഡ് ഒരു ആവറേജ് ആണോ ബിലോ ആവറേജ് ആണോ? എന്താണ് ഒരു ആവറേജ് ഫുഡാ? നമ്മുടെ കന്നഡ സിവിൽ കഴിക്കുന്ന ഫുഡൊക്കെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് പുറത്ത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഒത്തിരി ഹോട്ടൽസും ഭയങ്കര അഫോർഡബിൾ ആയിട്ട് പിള്ളേരുടെ കയ്യിൽ അഫോർഡബിൾ ആയിട്ട് കുറെ മലയാളി ഹോട്ടൽസ് ഉണ്ട്. നല്ല ഫുഡ് അവരെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ മന്ത്ലി മെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2000 ആ ഒരു റേഞ്ച് നമുക്ക് മന്ത്ലി മെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര അഫോർഡബിൾ ആയി ഇവിടെ നമുക്കൊന്ന് പോകാനായിട്ട്. നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ തൊട്ട് പുറത്ത് താമസിക്കാൻ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങി താമസിക്കാം. ഇവിടെ തന്നെ അടുത്തായിട്ട് കുറെ PGs എല്ലാം ഉണ്ട്. അതെല്ലാം വീടെടുക്കാൻ അതൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു തുംകൂർ ഏരിയ എങ്ങനെയുണ്ട്? അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണോ? സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണോ? ബാംഗ്ലൂർ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സേഫ് ആയിട്ട്, ഓവർ ക്രൗഡഡ് അല്ലല്ലോ. ഏത് ടൈമിൽ നമുക്ക് പുറത്തിറങ്ങിയാണ് നമുക്ക് സേഫ് ആണെന്ന് നോക്കാം. കാരണം ഇവിടെ നമ്മുടെ ഈ കോമ്പൗണ്ട് വിട്ട് നമുക്ക് പോകുന്നത്. ഓക്കെ, സോ ഓവറോൾ നിങ്ങൾ ഈ ഒരു ക്യാമ്പസിൽ സാറ്റിസ്ഫൈഡ് ആണ്? ഓക്കെ, താങ്ക് യു. പേരെങ്ങനെ മോടെ? സാനിയ സന്തോഷ്. എവിടെയാണ് സ്ഥലം? പത്തനംതിട്ട. എവിടെയാ? ആലപ്പുഴ. ഖദീജ ജസ്സ, മലപ്പുറം. ഫാത്തിമ ശർമ്മ, മലപ്പുറം. ഓക്കെ, എങ്ങനെയുണ്ട് ക്യാമ്പസ് ഓവറോൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് വന്നു? നല്ല കോളേജാണ്. നല്ല എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ല ആംബിയൻസ് ആണ്. ഓക്കെ, മെഡിക്കൽ കോളേജ് എങ്ങനെയുണ്ട്? നിങ്ങൾ പോയോ അവിടെ? ഞങ്ങൾ പോയിട്ടുണ്ട്. ഓറിയന്റേഷൻ ക്ലാസിന്റെ ഒക്കെ അതിനെ ബേസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് വന്നപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നത് മനസ്സിലാവാറുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. കൺഫ്യൂഷൻ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അതിന്റെ ഇതൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. എങ്ങനെയുണ്ട് സീനിയേഴ്സ് ഒക്കെ? എങ്ങനെയുണ്ട് റാഗിങ്? എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, സോ നിങ്ങൾ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ എങ്ങനെ നിങ്ങൾ ട്രാവലിംഗിന് ഫസ്റ്റ് ഇയർ അല്ലേ? അപ്പൊ നിങ്ങൾ ട്രാവലിംഗിന് ബുദ്ധിമുട്ടാറുണ്ടോ? ഇപ്പൊ തുംകൂരോട്ട് വരാനായിട്ട് അങ്ങനെ വൈബിലങ്ങ് പോകും. ഒരേ സ്ഥലത്തുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചുള്ള എല്ലാവരും കൂടെ ഒന്നിച്ചു പോകും. ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയുണ്ട്? ഓക്കെ, വാർഡനൊക്കെ സ്ട്രിക്റ്റ് ആണോ അതോ? ഓക്കെ, ഓവറോൾ ഒരു ഫുഡ് ഇപ്പം നിങ്ങളുടെ സീനിയേഴ്സ് ഒരു ആവറേജ് ഒപ്പീനിയൻ ആണ് ഫുഡിനെ പറ്റി പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഓക്കെ, ഓക്കെ, പുറത്ത് മലയാളി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കാറുണ്ടോ? ഓക്കെ, അതെങ്ങനെ അഫോർഡബിൾ ആണോ? ഓക്കെ, സോ താങ്ക് യു. ഇത് ആക്ച്വലി ഒരു 90+ ഏക്കേഴ്സ് വരുന്ന ഒരു ബിഗ്ഗസ്റ്റ് ക്യാമ്പസ് എന്ന് തന്നെ പറയാം. കാര്യം ഇതിനകത്ത് ബാങ്ക് ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ക്യാൻറ്റീന്, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ പാരാമെഡിക്കൽ, അലൈഡ് എല്ലാ കോഴ്സുള്ള വളരെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പസ്. കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടുന്ന് അങ്ങ് ആ ഒരു എൻഡ് വരെ ഉണ്ട്. സോ നേരെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് ഇതിനകത്തിൽ കൂടെ മെയിൻ റോഡ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറി കോഴ്സ് നടന്ന ക്യാമ്പസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ ഫാർമസിയുടെയും ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇവിടെ ഫിസിയോതെറാപ്പിക്കാണെന്നുണ്ടെങ്കിൽ ഫാർമസിക്കാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമയും അതുപോലെ ഡിഗ്രിയും മാസ്റ്റേഴ്സും അവൈലബിൾ ആണ്. സോ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിനകത്തോട്ട് കയറി നോക്കാം.
നമ്മൾ വന്നിരിക്കുന്ന ഇവിടുത്തെ ഫാർമസിയുടെ വൺ ഓഫ് ദ ലാബിലാണ്. സോ അത്യാവശ്യം വേണ്ട അമ്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ലാബ് ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം ഫാർമക്കോളജിക്കാണെന്നുണ്ടെങ്കിലും ഫാർമസ്യൂട്ടിക്കൽസിനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ ലാബ് ഫെസിലിറ്റീസും ഓരോ ഫ്ലോറിലും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ കുട്ടികൾക്ക് നല്ലൊരു ക്ലിനിക്കൽസ് കിട്ടുമെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. കാര്യം എല്ലാ മോഡേൺ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ആണ്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. ഈ ടോപ്പ് ഫ്ലോറിലുള്ള ഈ ലാബുകളെന്ന് വെച്ചാൽ പുതിയ ലാബുകളാണ്. ഇപ്പോൾ റീസെൻ്റ്ലി അവർ ബിൽഡ് ചെയ്ത ലാബുകളാണ് ഈ ലാബുകൾ. ഈ ഒരു ബിൽഡിങ്ങിനകത്തിൽ നിലവിൽ ഫിസിയോതെറാപ്പിയുടെ ക്ലാസ് റൂംസ് മാത്രമേ ഉള്ളൂ. ബാക്കി ക്ലിനിക്കൽസും അതുപോലെ തന്നെ ഇലക്ട്രോ തെറാപ്പി റൂംസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് മെഡിക്കൽ കോളേജിനകത്ത് തന്നെയാണ്. പിന്നെ കൂടാതെ ഈ ഒരു ക്യാമ്പസിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ വീണ്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നോക്കുകയാണെന്നൊരു പുതിയ ടർഫും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സോ നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഫിസിയോതെറാപ്പി ഏരിയകൾ കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ കൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്കാണ്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ നഴ്സിംഗിന് പല ക്ലാസ്സസും നടക്കുന്നത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൻ്റെ ക്ലാസ് റൂമിൽ വെച്ചാണ്. അതുപോലെ തന്നെ ലാബ് ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും മെഡിക്കൽ കോളേജസിൻ്റെ ലാബുകളിൽ വെച്ചിട്ടും നടക്കാറുണ്ട്. സോ അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇന്നാണ് അലൈഡിൻ്റെ ലെക്ചർ ഹാൾ വരുന്നത്. അലൈഡിൻ്റെ സ്റ്റുഡൻസ് ആണ് ഇരിക്കുന്നത്. ഇതാണ് അവരുടെ സ്മാർട്ട് ക്ലാസ് റൂം വരുന്നത്. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ചെയറും കാര്യങ്ങളും പിന്നെ പ്രൊജക്ടേഴ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ക്ലാസ് റൂമാണ് ഇവർക്ക് വരുന്നത്. ആക്ച്വലി ഈ ഒരു ക്യാമ്പസ് വരുന്നത് ഓൾമോസ്റ്റ് 90+ ഏക്കേഴ്സിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു ബിഗ്ഗസ്റ്റ് ക്യാമ്പസ് തന്നെയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ക്യാമ്പസിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് എൻട്രൻസിൽ കാണുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയാണ്. അതിനുശേഷം നഴ്സിംഗിന് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫാർമസിക്ക് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിസിയോതെറാപ്പി സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അലൈഡ് കോഴ്സുകൾക്ക് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് കൂടാണ്ട് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് വേറെ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് മെഡിക്കൽ കോളേജിനായിട്ടുള്ള കോളേജ് വേറെ. കൂടാണ്ട് ക്യാൻറ്റീൻ, പിന്നെ പ്രൈവറ്റ് ജിംസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബാങ്ക് ഫെസിലിറ്റി. ഓൾമോസ്റ്റ് എന്താ പറയുക, വലിയൊരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്ന് തന്നെ ഇവിടെ പറയാം. കാര്യം ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് സത്യം പറഞ്ഞാൽ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഹോസ്റ്റൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോയ്സിൻ്റെ ഹോസ്റ്റൽ മാത്രമാണ് നഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ അകത്തുള്ളത്. ഗേൾസിൻ്റെ ഹോസ്റ്റൽ വരുന്നത് ക്യാമ്പസിന് വെളിയിലായിട്ട് തന്നെയാണ്. അത് കോളേജുകാരുടെ തന്നെ ഓൺ ഹോസ്റ്റൽ തന്നെയാണ് വരുന്നത്. സോ ഈ ഒരു ക്യാമ്പസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നമ്മൾ കണ്ടല്ലോ. ഇനി ഒരു വൈൻഡ് അപ്പ് സെഷൻ നിലയ്ക്ക് നമ്മളുടെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നഴ്സിംഗും അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസ് ആണെന്നുണ്ടെങ്കിലും ഒരു അഫോർഡബിൾ ബഡ്ജറ്റാണ്. അതായത് മെഡിക്കൽ കോളേജസിൻ്റെ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് അഫോർഡബിൾ ബഡ്ജറ്റിൽ വരുന്ന ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ്. അതായത് നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സൊക്കെ പഠിക്കാനായിട്ട്. സോ നമ്മുടെ ഈ ഒരു വീഡിയോ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് നഴ്സിംഗ്, പാരാമെഡിക്കൽ, ഫിസിയോതെറാപ്പി പോലത്തുള്ള കോഴ്സുകൾക്ക് ഈ ഒരു ക്യാമ്പസ് എങ്ങനെയുണ്ടെന്നുള്ളൊരു രീതിയിലായിരുന്നു. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓവറോൾ നോക്കുമ്പം ഇതൊരു ഓക്കെ ക്യാമ്പസാണ്, നല്ലൊരു ക്യാമ്പസാണ്. കാര്യം വലിയൊരു ക്യാമ്പസാണ്, നല്ലൊരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഓൺ ആയിട്ടുണ്ട്. ക്ലിനിക്കൽസിനൊന്നും പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഫാക്കൽറ്റീസ് ആണെങ്കിലും കുട്ടികളോട് സംസാരിച്ചപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഫാക്കൽറ്റീസ് ആണ് മനസ്സിലായത്. പിന്നെ ക്ലിനിക്കൽസിന് കിട്ടാനായിട്ട് ഇപ്പം അവർക്ക് മെഡിക്കൽ കോളേജ് ഓൺ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിനിക്കൽസ് കിട്ടുന്നതാണ് കുട്ടികൾ പറഞ്ഞത്. പിന്നെ കുട്ടികളൊരു ആവറേജ് ഒപ്പീനിയൻ പറഞ്ഞ ഒരു കാരണം ഫുഡിൻ്റെ കേസ് മാത്രമാണ്. അത് ഓൾമോസ്റ്റ് ബാംഗ്ലൂർ ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും ഏതൊരു കോളേജ് എടുത്താലും ഒരു ആവറേജ് ഒപ്പീനിയൻ ആയിരിക്കും നമുക്ക് ഫുഡിന് വരുന്നത്. പക്ഷേ അതിനൊരു സൊല്യൂഷൻ ഉള്ളതെന്ന് വെച്ചാൽ പുറത്ത് മലയാളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വളരെ ചീപ്പ് റേറ്റിന് അവൈലബിൾ ആണെന്നാണ് കുട്ടികൾ പറഞ്ഞത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു നല്ലൊരു കംഫർട്ടബിൾ ഓപ്ഷനായിട്ടാണ് തോന്നുന്നത്. നല്ലൊരു നീറ്റ് ക്യാമ്പസ് ആണ്. കാര്യം എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസിനെ കൊണ്ടാണെന്ന്, റെപ്യൂട്ടേഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിലും നല്ലൊരു വണ്ടർഫുൾ ക്യാമ്പസ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കോളേജാണ് ഈ ശ്രീദേവി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ നഴ്സിംഗ്, അലൈഡ്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി പ്രോഗ്രാംസ് എക്സ്പെഷ്യലി. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്കമിങ് എക്സാംസ്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ്സ്, മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. സോ ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.